ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം വകവയ്ക്കാതെ പരിഷ്കരിച്ച മാതൃകയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഉറച്ച് ഗതാഗത വകുപ്പ്. ടെസ്റ്റ് നടത്താൻ ഉചിതമായ സ്ഥലം കണ്ടെത്താൻ RTOമാർക്ക് നിർദ്ദേശം നൽകി. അപേക്ഷകർ സ്ലോട്ട് ലഭിച്ചതിന് അനുസരിച്ച് ഹാജരാകണം. അഖിൽ ഷാ അൻസാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ ഷാ, എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഗതാഗത വകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത്? ഉന്മേഷ്, കഴിഞ്ഞ 7 ദിവസമായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി തന്നെ തുടരുകയാണ്. പ്രധാനമായും ഈ പ്രതിഷേധങ്ങളെ തുടർന്നാണ്, വലിയ പ്രതിഷേധങ്ങളാണ് ഈ പരിഷ്കരണത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ RTOമാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നെങ്കിലും, അതായത് ഈ ഗ്രൗണ്ടുകളിൽ എത്തിയെങ്കിലും ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് ഈ ടെസ്റ്റുകളൊന്നും നടന്നിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ ടെസ്റ്റുകൾ അതേപടി തന്നെ, അതായത് പരിഷ്കരിച്ച പടി തന്നെ നടത്തണമെന്നുള്ള കർശനമായ നിർദ്ദേശം ഗതാഗത മന്ത്രി ഇപ്പോൾ നൽകുന്നുണ്ട്. സ്ലോട്ട് ലഭിച്ചവർ, ഏതൊക്കെ ദിവസമാണോ സ്ലോട്ട് ലഭിച്ചവർ അതേ ദിവസം ടെസ്റ്റിനായി എത്തണമെന്നുള്ള നിർദ്ദേശവും ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. ബഹിഷ്കരണങ്ങൾക്കിടയിലും പലരും ഇത്തരത്തിൽ ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ എത്തി ടെസ്റ്റ് നടത്തി പോയി എന്നുള്ളതാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അവകാശപ്പെടുന്നത്. എന്തായാലും നാളെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ടെസ്റ്റുകൾ കർശനമായി നടത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ടെസ്റ്റ് നടത്തുന്നതിന് സർക്കാർ ഉടമസ്ഥയിലുള്ള ഭൂമികളോ അല്ലെങ്കിൽ സ്വകാര്യ ഉടമസ്ഥ, സന്നദ്ധയുള്ള സ്വകാര്യ ഉടമസ്ഥരുടെ ഭൂമികളോ ഏറ്റെടുത്ത് അവിടെ സജ്ജമാക്കാൻ, അടിയന്തരമായി ഈ ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കാനുള്ള നിർദ്ദേശവും RTOമാർക്ക് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഈ ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യവും ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഉന്മേഷ്, അപ്പോൾ സമരത്തെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഗതാഗത വകുപ്പ് ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുന്നു. ടെസ്റ്റുമായി മുന്നോട്ട് പോകാൻ ആ നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. അഖിൽ ഷായാണ് വിവരങ്ങൾ നൽകി.